ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. ബെഞ്ചിൽ വനിതാ ജഡ്ജും ഉണ്ടാകും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വിശദാംശങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹർജികളും പരിഗണിക്കുക ഇനി ഒരു പ്രത്യേക ബെഞ്ചായിരിക്കും. ഈ പ്രത്യേക ബെഞ്ചിൽ ഒരു വനിതാ ജഡ്ജി ഉണ്ടാകുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ആണ് ഈ ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സജിമോൻ പാറയിൽ നൽകിയ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ഈ അപ്പീല് പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഈ ഹർജികൾ വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് വ്യവഹാരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹർജിക്കാരൻ വ്യക്തമാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യേക ബെഞ്ച്, പ്രത്യേകിച്ച് ഒരു വനിതാ ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹർജികൾ പരിഗണിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. കാരണം നിലവിൽ ഹൈക്കോടതിയിൽ ഏകദേശം 2-ലധികം ഹർജികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി, അത് CBIക്ക് കൈമാറണം എന്നത് ആവശ്യപ്പെട്ടുള്ള ഹർജി, ഒപ്പം തന്നെ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ടുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ വന്നിട്ടുള്ള ഹർജി, ഇതടക്കമുള്ള ഹർജികളാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഹർജികൾ എത്തുകയാണെങ്കിൽ അതും ഈ ഒരു പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റും. എന്തായാലും മൂന്നാർ കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ബെഞ്ചാണ് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം വരുന്ന ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഹർജികൾ വരുന്നതടക്കം പരിഗണിക്കുക ഈ വനിതാ ജഡ്ജ് അടക്കമുള്ള ഈ ഒരു പ്രത്യേക ബെഞ്ച് തന്നെയായിരിക്കും. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടക്കം ഈ ബെഞ്ചിലേക്കായിരിക്കും എത്തുക. രേഷ്മ, അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ കഴിഞ്ഞ മണിക്കൂറിൽ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സിനിമാ സെറ്റുകളിൽ ഇനി മുതൽ വനിതാ കമ്മീഷന്റെ കൂടുതൽ പരിശോധന ഉണ്ടാകും. കാരണം ചില സെറ്റുകളിൽ സ്ത്രീ സൗഹൃദം അല്ല, അല്ലെങ്കിൽ ചില സെറ്റുകൾ സ്ത്രീ സൗഹൃദമല്ല, അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുന്നില്ല എന്നും വനിതാ കമ്മീഷൻ എല്ലാം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു വനിതാ ജഡ്ജി കൂടി അടങ്ങുന്ന ബെഞ്ചാകുമ്പോൾ ഇരകൾക്ക് നീതി ലഭ്യമാകാൻ കൂടുതൽ സഹായകമാകുമെന്ന് തന്നെയല്ലേ കോടതി നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും വനിതാ ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇതിൽ ഇരകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകൾ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അല്ലെങ്കിൽ ഒരു ഇരകളുടെ ഒരു കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വനിതാ ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. കമ്മീഷൻ അടക്കം ഈ ഇത്തരം കേസുകളിലൊക്കെ തന്നെ കക്ഷി ചേർന്ന ഒരു സാഹചര്യമുണ്ട്. മുന്നേ ഈ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വനിതാ കമ്മീഷനെ ഹൈക്കോടതി തന്നെയാണ് സ്വമേധയാ കക്ഷി ചേർത്തത്. എന്തായാലും പുതിയ ബെഞ്ചിൽ ഒരു വനിതാ ജഡ്ജും ഉണ്ടാകുമെന്നാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് മുഷ്താഖ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉണ്ടാകുകയും അതിന്മേൽ കേസെടുത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നതും. എന്തായാലും അതിനിടയിൽ തന്നെയാണ് ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബെഞ്ച് തന്നെ വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയതും. രേഷ്മ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ഇത് എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കണം എന്നൊരു കാര്യവും കൂടി ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കാരണം ചില വ്യാജ ആരോപണങ്ങളും ഇതിനിടയിൽ ഉണ്ട് എന്ന് കൃത്യമായി ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം സത്യസന്ധമാണ്, അല്ലെങ്കിൽ ഇത് വ്യാജമാണോ, മറ്റാരെങ്കിലും കുരുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ തന്നെ സാധിക്കും അല്ലേ?
ഈ വ്യാജ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്തരം കേസുകളിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പോലീസാണ് ഒരു നടപടിയിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ആരോപണം ഏറ്റ വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കും കടക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ വന്നിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏത് ഹർജികൾ വന്നാലും ഈ പ്രത്യേക ബെഞ്ചിലേക്ക് തന്നെയായിരിക്കും പോവുക. അത് ഈ പ്രത്യേകിച്ച് ഈ CBI അന്വേഷണം അടക്കമുള്ള ഹർജികൾ, മുൻകൂർ ജാമ്യ ഹർജികൾ, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഇതേ ബെഞ്ചിൽ തന്നെയായിരിക്കും എത്തുക. എന്തായാലും ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹർജികൾ, ഏകദേശം 2-ലധികം ഹർജികൾ നിലവിൽ തന്നെ കോടതിയുടെ പരിഗണനയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഹർജികൾ എത്തുകയാണെങ്കിൽ അത് ഈ ഒരു പ്രത്യേക ബെഞ്ചിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് നടപടികൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നിലവിലിറക്കിയിട്ടുള്ള ഉത്തരവ്. എന്തായാലും ഈ വനിതാ ജഡ്ജിയെ കൂടി നിയമിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി കടന്നത്. അതിൽ തന്നെ ആ ഇരകളുടെ സൗഹൃദം അല്ലെങ്കിൽ ഈ ഇരകൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത വരുന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ബെഞ്ച് രൂപീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ. എന്തായാലും നിലവിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വരുന്ന എല്ലാ നിയമവ്യവഹാരവും നടത്താമെന്നുള്ളതാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ്. അത് ഏറെ നിർണായകവും അതോടൊപ്പം തന്നെ ഏറെയും സുപ്രധാനവുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി വന്നപ്പോൾ അന്ന് ഹൈക്കോടതി പറഞ്ഞത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്, സമൂഹം വലിയ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രേഷ്മ ദയവായി തുടരുക. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച നേതാവ്, നമ്മോടൊപ്പം ഈ ഒരു അവസരത്തിൽ ചേരുകയാണ്. ശ്രീ നിവേദിത, നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ബെഞ്ചിൽ വനിതാ ജഡ്ജിയും ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് വനിതകൾക്ക് കൂടുതൽ സൗഹൃദപരമായി തന്നെ മുന്നോട്ട് പോകാൻ അവസരമൊരുക്കുമെന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും ഇത് വളരെയധികം സ്വാഗതാർഹമാണ്. ഈ ഒരു നടപടി ഹൈക്കോടതി ഇതിൽ നേരിട്ട് ഇടപെടുകയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ബെഞ്ച് രൂപീകരിച്ച് കാര്യങ്ങൾ ഒരു പരിഗണനയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇത്തരത്തിൽ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഒരുപാട് ഉദ്ഘോഷിക്കുന്നവർ ഇത്രയും കാലം മൂടിവെച്ച വളരെ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ, ആരോപണങ്ങളെ കുറിച്ച് ഇന്ന് നാട്ടിലേക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇത് പൂഴ്ത്തിവെച്ചവർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതും ജനം മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലം അത്തരത്തിൽ സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല പ്രവൃത്തിയിൽ തന്നെ കാണിക്കണം എന്നുള്ളത് ഒരു സൂചന കൂടി ഇതിലൂടെ കോടതി നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ വളരെയധികം സന്തോഷം ഈ ഒരു കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊരു തുടക്കമാവട്ടെ. എല്ലാ മേഖലയിലും ഇന്ന് ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ള തന്റെ ഇടം സ്ത്രീകൾക്ക് സമ്മാനിക്കുവാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഇടയാവട്ടെ, ഇതൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഈ നിയമങ്ങൾ, സ്ത്രീ സുരക്ഷിതത്വത്തെ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൂടി തടയുവാൻ നമുക്ക് ആവണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം നിരവധിയായിട്ടുള്ള അത്തരം കേസുകളും ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. വളരെയധികം ഗൗരവത്തോടെ തന്നെ അതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അതല്ലെങ്കിൽ നിയമസംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു വിഭാഗത്തിന് ആ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ, നിയമത്തിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമുക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്. അത് ദുരുപയോഗം ചെയ്യാൻ ഒരു കാലഘട്ടത്തിലും നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളത് കൂടി ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഈ ഇടപെടലിലൂടെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന് നിയമത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ്. ഇതിൽ വളരെയധികം സന്തോഷം. വളരെയധികം നന്ദി ശ്രീ നിവേദിത സുബ്രഹ്മണ്യൻ ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. രേഷ്മ ബാബു തുടരുന്നുണ്ട്. രേഷ്മ, മഹിളാ മോർച്ച അടക്കം ഈ ഒരു ഹൈക്കോടതി നീക്കത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം വനിതകളുടെ പ്രശ്നം വനിതകൾ തന്നെ അറിഞ്ഞു കേട്ട് ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്നും അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം, സ്വകാര്യത മാനിക്കപ്പെടുക എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ അത്തരമൊരു കാര്യം കൂടി ഹൈക്കോടതി ലക്ഷ്യം വെക്കുന്നുണ്ടല്ലേ?
ദേവിക, സ്വകാര്യത ഉറപ്പാക്കുക എന്നതും കൂടാതെ ഈ പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നിയമപ്രശ്നങ്ങൾ നിരവധിയുണ്ട്. കാരണം ഈ സ്വകാര്യത ഉറപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പലരുടെ, അതായത് കുറ്റം ചെയ്ത പലരുടെയും വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരാത്തൊരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ഈ RT ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ചില വാദഗതികളൊക്കെ തന്നെ ഹർജിക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു ഹർജികളിലൂടെ. ഇതിലൊക്കെ തന്നെ നിയമപ്രശ്നം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു വിശാല ബെഞ്ചിലേക്ക് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അത് അത്രത്തോളം ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ ഒരൊറ്റ ബെഞ്ചിലേക്ക് മാറ്റിക്കൊണ്ട് അതിൽ വനിതാ ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം അല്ലെങ്കിൽ നിയമവ്യവഹാരം നടത്തിക്കൊണ്ട് ഇരകൾക്ക് അല്ലെങ്കിൽ നീതി ലഭിക്കേണ്ടവർക്ക് നിയമപരമായിട്ടുള്ള നീതി ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ പ്രത്യേക ബെഞ്ചിൽ വനിതാ ജഡ്ജി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് സൗഹാർദ്ദപരമായിട്ട് വനിതകളുടെ ആ ഒരു സ്വകാര്യത അടക്കം ഉറപ്പാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആ കേസുകളിലൊക്കെ തന്നെ ഒരു തീരുമാനം അല്ലെങ്കിൽ വിധി ഉത്തരവൊക്കെ തന്നെ ഹൈക്കോടതി പുറപ്പെടുവിക്കുക. എന്നാലും ഈ പ്രത്യേക ബെഞ്ച് വിശാല ബെഞ്ചിലേക്ക് തന്നെയായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും, അത് പൊതു താൽപര്യ ഹർജിയാണെങ്കിലും ജാമ്യാപേക്ഷയാണെങ്കിലും ഒക്കെ തന്നെ എത്തുക. ഈ നിലവിലുള്ള ഹർജികളും ഈ പ്രത്യേക ബെഞ്ച് തന്നെയായിരിക്കും പരിഗണിക്കുക. ദേവിക.